നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും കഴിഞ്ഞ പോലെ തന്നെ ചെറിയ എണ്ണം സാരീസാണ്. ഡിസ്കൗണ്ട് സെയിലാണ് എന്ന് ചോദിച്ചാൽ ഡിസ്കൗണ്ട് സെയിലാണ്. ഭയങ്കര ഭീകര ഡിസ്കൗണ്ട് ഇല്ലെങ്കിലും സിംഗിൾ പീസസ് വന്നത് ഓരോന്നായിട്ട് കാണിക്കുകയാണ്. ഇത് കണ്ടോ, നമ്മുടെ ജൂട്ട് സാരി പല ഇനത്തിൽ, ഇത് ഇവിടെ കാണിക്കണ്ടേ, പല ഇനത്തിൽ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ജൂട്ടിൻ്റെ സ്റ്റഫിലാണ് വ്യത്യാസങ്ങൾ വരുന്നത്. പിന്നെ അതിൻ്റെ ബോർഡറിൽ കൊടുത്തിരിക്കുന്ന ഡിസൈൻസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഇപ്പം സെറീസ് ചെയ്തിരിക്കുന്നതിലൊക്കെ ഉള്ള വ്യത്യാസത്തിലാണ് അതിന് റേറ്റ് വ്യത്യാസപ്പെടുന്നത്. ഇതിപ്പം ഞാൻ കാണിക്കുന്ന രണ്ട് കളേഴ്സ് ഞാൻ കാണിക്കുന്നുള്ളൂ. 2 കളേഴ്സും ഓഫർ റേറ്റിലാണ് തരുന്നത്. സിംഗിൾ പീസസ് വെച്ചാണ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് വേണ്ടവർ നിങ്ങൾ വേഗം തന്നെ വാങ്ങിച്ചോളുക. ഇത് അത്യാവശ്യം റേറ്റ് എത്രയാണ്? 3000 അടുത്ത്, അതായത് 2999 വരുന്ന സാരിയാണ് 2350. ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് കണ്ണ് കാണത്തില്ല, 2350 തോന്നുന്നു, സ്ക്രീനെ കാണാവേ. അതാണ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത്. ഇത് ജൂട്ടാണ് മെറ്റീരിയൽ. ഇങ്ങനെ തൊട്ട് നോക്കാൻ കണ്ടു നോക്ക്, ഇച്ചിരി കൂടെ അടുപ്പിച്ച് കാണിക്കാം. മെറ്റീരിയൽ സ്റ്റഫിൻ്റെ അത് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ ഇതിൻ്റെ പല റേറ്റിൽ ഇറങ്ങുന്നുണ്ട്. നമ്മൾ തന്നെ കൊടുത്തിട്ടുണ്ട്, ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡിസ്കൗണ്ട് റേറ്റിൽ 1399 രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ട്, 1799 രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല റേറ്റിലും വരുന്നതുണ്ട്. എല്ലാം ഒന്നാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ, പല സ്റ്റഫാണ്. ഇതാണ് ഇതിൻ്റെ മുന്താണി. നല്ല സാരിയാണ്. ഒനിയൻ പിങ്കിന്റെ നല്ലൊരു ഷെയ്ഡും അതിൻ്റെ കൂടെ ഈ ഒരു നല്ലൊരു ഗ്രീനിന്റെ കോമ്പിനേഷനും കൂടെ കൂടി വന്നു. മുന്താണിയിൽ ഈ ഒരു കൊടുത്തേക്കുന്ന സെറിയൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ സെറി തന്നെ നിങ്ങൾ കാണും, പക്ഷെ ഇത് ഇത്രയും ഒരു വൃത്തി, ഇത്രയും ഒരു തിക്നെസ് അല്ലെങ്കിൽ ഇത്രയും ഒരു ഇതായിട്ടല്ല അത് ചെയ്തിരിക്കുന്നത്. അത് ഇപ്പം ഒരു പടം വരച്ചാൽ ഇന്ത്യയുടെ പടം വരയ്ക്കാന്ന് വെക്കുക, 5 കുട്ടികളെ കൊടുത്ത 5 കുട്ടികളും 5 രീതിക്കായിരിക്കും അത് വരയ്ക്കുന്നത്, അല്ലെ? അതിനകത്ത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളതിന് നമ്മൾ 1ാം സമ്മാനം കൊടുക്കും എന്ന് പറഞ്ഞ പോലെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തേക്കുന്നതിന്റെ റേറ്റ് കൂടും. അങ്ങനെ വിചാരിച്ചാൽ മതി. എല്ലാ പടവും ഇന്ത്യ തന്നെയാണ്, പക്ഷെ എല്ലാം ഒന്നല്ല, അല്ലെ? എല്ലാവരും വരയ്ക്കുന്ന ഒരേ സാധനമായിരിക്കും. ചിലർ ശ്രീലങ്ക കൊണ്ട് ഇടത്ത് സൈഡിലും വലത്ത് സൈഡിലും ഒക്കെ ആക്കി വരച്ച് കളയും ചില ബിരുദന്മാരല്ലേ. അപ്പൊ അങ്ങനെ കൂട്ടിയാൽ മതി. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഇതിനുമുണ്ട്. ഇതാണ് മുന്താണി. ബ്ലൗസ് വരുമ്പോൾ ഇതാണ് ബ്ലൗസ്, ബ്രൊക്കേഡ്. നല്ല ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ട് ഇത്തരമുണ്ടല്ലോ, ഹാൻഡ് വർക്കൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഹാൻഡ് വർക്ക് അല്ല, ബീഡ്സ് വർക്കൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല രസമായിരിക്കും. ഈ ഒരു മുന്താണിയും ഈ ഒരു സാരിയും എൻ്റെ കാട്ടായൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ കെട്ട് ബണ്ടിൽ കണക്കിന് ഇരിക്കുമെന്ന് തോന്നുന്നു ആൾക്കാർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ആർക്കും കൊടുക്കാനില്ലാതെ ഇങ്ങനെ ഇത്രയും കാണിക്കുന്ന എന്തിനാന്ന് എനിക്കറിയത്തില്ല, എന്നാലും കാണിക്കാം. എന്നറിയോ, പുതിയ മോഡലുകൾ വരുമ്പോൾ നമുക്ക് ഇത് പുതിയ മോഡൽ അല്ലെന്നോ ഇത് അല്ല, നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. പുതിയ മോഡൽ ഇനിയിപ്പോൾ ഓരോ പീസ് ഉള്ളതിനെയൊക്കെ ഇറക്കി വിടുക എന്ന് മാത്രമേ ഉള്ളൂ. പിൻഡെക്സ് ബോർഡറാണ്. പിൻഡെക്സ് ബോർഡറിന് ഇപ്പോൾ ഭയങ്കര ഡിമാൻഡായി. ഇങ്ങനത്തെ പിൻഡെക്സ് ബോർഡറിന് ഇരിക്കും സാരി കേട്ടോ. വെള്ളത്തെ ബോർഡർ, ഇങ്ങനെ ചെറിയ ബോർഡറും, അതിങ്ങനെ നമ്മളിങ്ങനെ പ്ലീറ്റ്സ് എടുത്ത് കുത്തുമ്പോൾ ഈ ബോർഡർ ഇവിടെ വരുമല്ലോ ഇങ്ങനെ. അല്ലെങ്കിൽ 1 പ്ലീറ്റ്സ് ഇട്ട് ഉടുക്കാനാണെങ്കിലും നല്ല ഭംഗിയാണ്. നല്ല ഭംഗിയുള്ള ടാസിലും എല്ലാം കൊടുത്തിട്ട് നല്ലൊരു സാരി. ഇനി ഇതിന്റെ വേറൊരു കളറുണ്ട്. 2 കളറേ ഞാനിപ്പോൾ കാണിക്കുന്നുള്ളൂ കേട്ടോ. നമ്മുടെ ഷോപ്പിൽ തന്നെ ഇതിന്റെ ഈ സെയിം മോഡൽ സാരിയുടെ പല റേറ്റിലുള്ളത് ഉണ്ട്. ഡയറക്റ്റ് വരുന്നവർക്ക് കാണാം. ഈ ജൂട്ട് സാരിയുടെ അടുത്തത് വൈനും മസ്റ്റാർഡ് യെല്ലോയും കണ്ടോ, നല്ലൊരു കോമ്പിനേഷൻ അല്ലേ? വൈനും മസ്റ്റാർഡ്, വൈൻ കളർ ബോഡിക്ക് അല്ലെങ്കിൽ ഡാർക്ക് പർപ്പിൾ ബോഡിക്ക് മസ്റ്റാർഡ് യെല്ലോ ബോർഡർ ആയിട്ട് വരും. മുന്താണി ഇങ്ങനെ. ഇതിന് കുറേ കളേഴ്സ് ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറയത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ചോ. ഇതാണ് ബ്ലൗസ്, നല്ല ബ്രൊക്കേഡ് ബ്ലൗസ്. നല്ല ബ്രൊക്കേഡ് എന്ന് പറഞ്ഞാൽ പടുപടാന്ന് അങ്ങനെ ഇരിക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല വീവിങ്ങിൽ ചെയ്തിരിക്കുന്ന ബ്രൊക്കേഡ് കേട്ടോ. നല്ല വീവിങ്ങിൽ ചെയ്തിരിക്കുന്ന ബ്രൊക്കേഡ്. 2 ടൈപ്പ് സാരി. ഇനി ഈ സാരിയുടെ വേറൊരു മോഡൽ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നു.
നല്ല കൂടിയ സാരി, കൂടിയ മീൻസ് ഓവറായിട്ടൊക്കെ കൂടിയതല്ല, 2000 സംതിങ് രൂപയുടെ ഈ സാരി അതിൻ്റെ റെപ്ലിക്ക എന്ന് വേണമെങ്കിൽ പറയാം, അതിൻ്റെ കോപ്പി എന്നുള്ള സാരി. ഈ സാരിയും എന്നും പറഞ്ഞ് മോശക്കാരനൊന്നുമല്ല. ആ സാരിക്ക് ഈ സാരിക്ക് തമ്മിലുള്ള വ്യത്യാസം എന്നാന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എത്ര നോക്കിയിട്ടും വലിയധികം മനസ്സിലാവുന്നൊന്നുമില്ല. കാരണം സ്റ്റഫ് നോക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റഫ്. ബനാറസി സാരി, ബനാറസി ബോർഡർ, നല്ല സോഫ്റ്റ് ബനാറസി എന്ന് പറയാം. അതിനകത്ത് ആ ഒരു ക്രീം അല്ല, ഇത് ഓഫ് വൈറ്റ് ആണോ? ഓഫ് വൈറ്റ്, മിൽക്കി വൈറ്റ് എന്ന് പറയാം. ഓഫ് വൈറ്റിന്റെ സൈഡിൽ കൂടെ ഈ ഒരു ഡാർക്ക് കോൺട്രാസ്റ്റ് ബോർഡർ പോകുമ്പോൾ നല്ല ഭംഗിയാട്ടോ. ഇതിന്റെ റേറ്റ്, മറ്റേ സാരിയുടെ റേറ്റ് എനിക്ക് തോന്നുന്നു 3000 എബോവ് ആയിരുന്നു തോന്നുന്നു അതിന്റെ ഒറിജിനൽ റേറ്റ്. ഇതിന് അത്രയൊന്നും റേറ്റ് ഇപ്പൊ പറയാവേ. അതിന്റെ ഒരു കോപ്പി പോലത്തെ വന്നിരിക്കുന്ന സാരി. ഇത് സ്പെഷ്യൽ. നിങ്ങൾ ഇത് കൈ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ സ്റ്റഫില്ലേ എന്ത് സോഫ്റ്റ് ആണെന്നറിയാം. നല്ല സോഫ്റ്റ് ആണ്, എന്നാൽ അങ്ങ് ഉതിർന്നു പോകുന്ന രീതിക്കല്ല. പിന്നെ വീവിങ് ആണ്. മുന്താണി വരുമ്പോൾ ദേണ്ടേ ഇങ്ങനെ വരും. ബ്ലൗസ് ഇങ്ങനെ മുന്താണിയുടെ അതേ കളറില്, മുന്താണിയുടെ അതേ ഇതില് ബോർഡറും കൊടുത്ത്, കൈക്ക് ബോർഡറും ബോഡിയിൽ ഇങ്ങനെ ബ്രൊക്കേഡ് പ്രിന്റും കൊടുത്ത് ഉള്ള ബ്ലൗസ്. നല്ല ഇതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി ഈ സാരി രണ്ടും കൂടെ നിങ്ങൾ കൊടുത്ത്, എന്നിട്ട് ഈ നേവി ബ്ലൂ കളറുള്ള ഒരു പേള് മാലയൊക്കെ, നേവി ബ്ലൂ മിക്സ് ആയിട്ടുള്ള പേള് മാലയൊക്കെ ഇട്ട് കഴിയുമ്പോൾ എന്നാ രസം ഇരിക്കുമെന്ന് അറിയാം. 1 പ്ലേറ്റ്സ് ഇട്ടിട്ട് ഈ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കര, മീൻസ് ക്രീമിന്റെ അറ്റത്ത് വന്നേക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഭയങ്കര രസമല്ലേ. റേറ്റ് പറയാവേ. 3 കളറാണുള്ളത്. 1990. ഇപ്പോഴത്തെ വില 1190. വളരെ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ, വളരെ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ. അടുത്തത് നേവി ബ്ലൂവിന്റെ സ്ഥാനത്ത് ഇത് കണ്ടോ. അത് ബോഡിയിലത്തെ ഡിസൈനിലും വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കളറെല്ലാം സെയിം തന്നെ. ഇവിടെ ഒരു ലൈറ്റ് ഗ്രീൻ, നല്ലൊരു ലൈറ്റ് ഗ്രീൻ. എനിക്ക് ഈ ബോഡിയിലെ പ്രിന്റ് വ്യത്യാസമുണ്ട് കേട്ടോ. അത് സിംഗിൾ പീസ് ആയതുകൊണ്ട് അങ്ങനെ വരുന്നത്. പല അതൊരു ബണ്ടില്, ഇതൊരു ബണ്ടില്, ഇനിയുള്ളത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അങ്ങനത്തെ ബണ്ടിലിനകത്ത് വന്നിട്ട് ഓരോന്ന് മിച്ചം വരുന്നത്. എനിക്ക് ഇതിന്റെ സ്റ്റഫിലാണ്, ഈ ഒരു സ്റ്റഫിലാണ് എനിക്ക് അല്പം തോന്നുന്നത്. എന്ത് സോഫ്റ്റ് ആണെന്നറിയാം. അതുപോലെ കൂടിയ ബനാറസിക്ക് വരുന്ന സ്റ്റഫിന്റെ അത്ര ഒരു സുഖം കിട്ടുന്നുണ്ട് ഇത്. അല്ലെങ്കിൽ മറ്റേതൊക്കെ എന്ന് പറയുന്ന സൈസ് കുത്തിക്കൊള്ളുന്ന പോലെയൊക്കെ അങ്ങനത്തെ ഒരു ഫീലൊക്കെ ഉണ്ട്. ഇത് അങ്ങനല്ല. ഇത് പുറമെ ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് എനിക്ക് ഫീൽ ചെയ്യുക. മുന്താണി വന്നിട്ട് ദേണ്ടേ ഇങ്ങനെ. ബ്ലൗസ് ഇത് സിൽവർ വീവിങ് പോയിരിക്കുന്ന ബ്ലൗസ്. ഏത് കളർ നിങ്ങൾ ചൂസ് ചെയ്താലും അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കും. അതിന് ചേരുന്ന, ഇപ്പോൾ സിൽവർ ആണെങ്കിൽ പോലും അതിന് ചേരുന്ന ഓർണമെന്റ്സ് ആണെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാൻ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചോണ്ടിരിക്കും. ഇതിന്റെ ഡിസൈൻ സെയിം, മറ്റേതിന്റെ ആദ്യത്തേന് മാത്രം ബോഡിയിലെ ഡിസൈൻ വ്യത്യാസം. ഇതൊരു പീച്ച് പിങ്ക്, ഒനിയൻ പിങ്കിന്റെ ഒക്കെ ഒരു ഷെയ്ഡ്. ഇതാ മുന്താണി ഇങ്ങനെ. നല്ല സാരി കേട്ടോ, നല്ല ഭംഗിയ സാരി. 1190 രൂപയ്ക്ക് ഇത് വളരെ നിങ്ങൾക്ക് വർത്താണ്. ഒരു സംശയമില്ലാത്ത കാര്യം. 1900 സംതിങ് റുപ്പീസ് ആണ് ഇതും ഈ പറഞ്ഞ പോലെ ബനാറസി സാരികളും നിങ്ങൾക്ക് അറിയാലോ എന്തോരം റേറ്റ് ഡിഫറൻസിൽ പലതും വരുന്നുണ്ട് എന്നുള്ളത്. ഇനി കട്ട് വർക്ക് സാരിയുടെ ഒരു 2 കളർ ഞാൻ കാണിച്ചു തരാവേ. ഇത് ബഡ്ജറ്റ് റേറ്റ് ആണെന്നാണ് എൻ്റെ ഒരു തോന്നല്. നോക്കണം. 2 കളറേ ഉള്ളൂ. ഒന്നൊരു ചോക്ലേറ്റ് ഷെയ്ഡ്. ഇത് കണ്ടോ, ഒരു റോസ് സിൽക്കിന്റെ കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ്, സിൽക്കിയാണ്. ബോർഡർ ഇങ്ങനെ കട്ട് വർക്ക് ആയിട്ട് വരും. മുന്താണി വേറെ ഒന്നുമില്ല, ഇത് എല്ലാം ഇങ്ങനെ തന്നെയാണ്. മുന്താണിയാണ് ഈ കാണുന്നത്. ഇത് കണ്ടോ, ഈ കാണുന്നത് മുന്താണി. ബ്ലൗസും സെയിം തന്നെ, സെയിം റണ്ണിങ് ബ്ലൗസ്. ഇതെന്നാന്നറിയോ, ഈ പേസ്റ്റൽ കളറുകൾക്കകത്ത് മാത്രം വന്നിരിക്കുന്ന കളക്ഷൻസിനകത്ത് ഇപ്പോൾ ഒരു പ്രശ്നം എന്നാന്നറിയോ, ഇതിന്റെ ഒറിജിനൽ കളർ തലയങ്കുത്ത് നിന്നിട്ടും വീഡിയോയ്ക്കകത്ത് കിട്ടുന്നില്ല. ഒരു വെളുത്ത കളറാണ് കാണുന്നത്, പക്ഷെ ഇത് പക്ക ചോക്ലേറ്റ് കളറാണ്.
ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്, ബിസ്ക്കറ്റ് കളർ എന്ന് പറയല്ലേ, അതാണ് കറക്റ്റ്. പാർലേജിയുടെ ഒക്കെ ബിസ്ക്കറ്റ് ഇല്ലേ, അല്ല ഓറിയോ, ഓറിയോ അല്ല, ഗുഡ് ഡേയുടെ ഒക്കെ ബിസ്ക്കറ്റിന്റെ കളറില്ലേ, ആ ഒരു കളറാണ് ഇത്. പക്ഷെ ഇതിനകത്ത് വീഡിയോയ്ക്കകത്ത് നമ്മൾ ലൈറ്റിന്റെ വെട്ടം അടിക്കുമ്പോൾ, ഇരുട്ടത്തിരുന്ന് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, ലൈറ്റിന്റെ വെട്ടം അടിക്കുമ്പോൾ വേറെ കളറാണ് കിട്ടുന്നത്. നല്ല കളറാണ്, നല്ല പേസ്റ്റൽ കളറാണ് ഇത്. ബോഡിയിൽ ഒന്നുമില്ല, ബുട്ടാസ് ഒന്നുമില്ല, ഈ ഒരു കട്ട് വർക്ക് മാത്രമാണ്. അതാണ് അതിന്റെ ഒരു അഴക ഭംഗി എന്ന് പറയുന്നത്. സെമി റോ സിൽക്കാണ് മെറ്റീരിയൽ. വില കറക്റ്റ് ആണോ? ഇപ്പൊ ഏകദേശം കറക്റ്റ് കളർ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. കുറേ അകന്നൊന്ന് വീഡിയോ പിടിച്ചു നോക്കിയിട്ട് കിട്ടുന്നതെന്ന് പറയുന്നത് കേട്ടോ. ഇതിന്റെ വിലയില് 2,590 ഇപ്പൊ 1,690 കേട്ടോ. അതാണ് ഇതിന്റെ റേറ്റ്. കട്ട് വർക്ക് സാരിയാണ്, സെമി റോ സിൽക്കാണ്. ബ്ലൗസ് വന്നിട്ട് ഇതേണ്ട ഈ വരുന്നു, പ്ലെയിന്. കോൺട്രാസ്റ്റ് ബ്ലൗസ് ഒക്കെ വെച്ച് ഡിസൈൻ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി അതിന്റെ തന്നെ ചന്ദന കളർ, സെയിം സാരിയാ, ചന്ദന കളർ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഞാനിതിപ്പോൾ പൊട്ടിക്കേണ്ട കാര്യമില്ലല്ലോ. സെയിം ചന്ദന കളർ, അത് ഞാൻ ആ കളർ തന്നെയാണ് കിട്ടുന്നത്, ചന്ദന കളർ. 4 സൈഡും കട്ട് വർക്ക്. ഇനി ഒറ്റ സാരിയും കൂടെ കാണിക്കാം, എൻ്റെ ഫേവററ്റ്, അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. ബൂട്ടാസ് ഉള്ള ഇത്. ഈ ടൈപ്പ് സാരി ഞാൻ എന്തോരം കാണിക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല, അതുപോലെ ആവശ്യക്കാരുള്ളതുകൊണ്ടാട്ടോ പിന്നെയും കാണിക്കുന്നത്. ടസറിന്റെ സാരിയാ, ടസർ സാരി. എപ്പോഴും ഒന്നും കിട്ടുന്ന ഒരു ഐറ്റം അല്ല. ഇത് കിട്ടുകയില്ലെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷെ എപ്പോഴും വരത്തില്ല. ഞാൻ ചില സമയത്ത് ഇങ്ങനെ അന്വേഷിച്ച് നടക്കും, ടസറയിൽ കട്ട് വർക്ക്, ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി, അങ്ങനത്തേത് ഇങ്ങനത്തേന്നൊക്കെ പറഞ്ഞു. എന്നാലും പലപ്പോഴും കിട്ടാൻ താമസമാണ്. ഇതിനകത്തില്ലേ കട്ട് വർക്കും വരുന്നുണ്ട്, അല്ലാതെയും വരുന്നുണ്ട്. ഇത് ഫുള്ള് കട്ട് വർക്ക് അല്ല, ഇത്രയും ഭാഗത്ത് കട്ട് വർക്ക് വന്നിട്ട് ഇങ്ങോട്ട് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി, അല്ലാതെ ബോഡിയെ മുഴുവൻ ബുട്ടാസ്. ടസറാണ് മെറ്റീരിയൽ. ക്രീം വിത്ത് വേറെ കുറേ മൾട്ടി കളേഴ്സ് കൊണ്ടുള്ള ബുട്ട. ബുന്താണി ഇങ്ങനെ, ബ്ലൗസ് പ്ലെയിന്, ടസറാണ്. ഇത് കണ്ടോ, ഇതിന്റെ വില എന്ന് പറയുന്നത് 3,990. ഇപ്പോഴത്തെ വില 2,990. ടസർ, കട്ട് വർക്ക്, ക്രോസ് സ്റ്റിച്ച്, ഫുൾ ബോഡി, ബൂട്ടാസ് ഫുൾ, അത് അങ്ങനെ ഓർക്കണം. അങ്ങനെയുള്ള സാരിയാണ്. ബ്ലൗസ് പ്ലെയിൻ. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇതൊക്കെ ഇന്നലെ ഇന്നും എല്ലാം 2 ദിവസം ഞാൻ ഒന്നിച്ചിരുന്ന വീഡിയോ എടുക്കുന്നത്. നിങ്ങൾ കാണുമ്പോൾ 2 ദിവസമായിട്ട് വരും. അപ്പം കുറേശ്ശെ സാരി കാണിച്ചിട്ടുള്ളൂ. അപ്പം എന്താ പറയാ, വേറൊന്നുമില്ല. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.